യെശയ്യാ 56:4 മുതൽ 7 വരെയുള്ള വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായൊരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെ ഞാൻ എൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് ഞാൻ സന്തോഷം നൽകും. പ്രൈസ് ദി ലോർഡ്. സാപത്ത് കൂട്ടായ്മ നല്ല സാപത്താചരണം വെച്ചാൽ ഭയങ്കര ഗ്രേസ്. അതാണ് ഈ ഗ്രേസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാം ശരിയാന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പല തീരുമാനം എടുത്തോട്ട് പോകും. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു കറക്റ്റാണ് പോയേക്കല്ലോ. പലർക്കും തോന്നുന്നില്ല, അവർ തോന്നലാണ് പറയുന്നത്. അങ്ങനെ പലത് പോയിട്ട് അവസാനം വലിയ കെണിപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനമുണ്ടെങ്കിൽ ജ്ഞാനം കിട്ടുള്ളൂ. ജ്ഞാനം ഉണ്ടെങ്കിൽ വിശുദ്ധി പാലിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധി പാലിച്ചെങ്കിൽ മാത്രമേ ദൈവാത്മാവിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. എനിക്കറിയാം, വർഷങ്ങൾ ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് സാപത്ത്, അപ്പോൾ ഒരു മനുഷ്യൻ സാപത്തിന് പോരുകയല്ല, ആളിങ്ങനെ പോകും, ആളുടെ വഴിക്ക് ആളങ്ങ് പോവുകയാണ്. ആൾ ഞായറാഴ്ച ദിവസം പള്ളിയിൽ കുർബാനയ്ക്കൊന്നും വരത്തില്ല. ആളങ്ങനെ പ്രത്യേക ലോകത്തിലാണ് ജീവിക്കുന്നത്. പ്രൈസ് ഭയങ്കര ബിസിനസ്, ഞായറാഴ്ച ദിവസം വലിയ ബിസിനസ്സൊക്കെയാണ് ആൾ പോകുന്നത്. ആൾക്ക് 4 മക്കളുണ്ട്. അപ്പോൾ എല്ലാം നാട്ടിലെ ഏറ്റവും കാശുകാരനാണ് മനുഷ്യൻ. പക്ഷേ അന്ന് അവളിങ്ങനെ സാപത്ത് ദിവസം ആൾ പണിയാൻ പ്രാർത്ഥനയോ വചനമോ ഇങ്ങനെ കൂട്ടായ്മയിലൊന്നും ഇരിക്കാൻ അവർക്ക് താല്പര്യം. ബിസിനസ് ജോലി ചെന്നിലെ പ്രശ്നം, അവന് ഭയങ്കര ന്യായം പറയും. ഇനി വക്രബുദ്ധിയാണ് കൗശലക്കാർക്ക് എപ്പോഴും എല്ലാത്തിനും മറുപടി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതൊക്കെ നുണ ആരോട് പറയുന്നതിന് യാതൊരു മടി അവർക്കില്ല. ദൈവത്തോട് പോലും അവർ നോട്ടം പറയും. കൗശലക്കാർ ആരോടും നുണ പറയും. അതാണ് അവർ നാവ് തന്നെ അവർ ദുഷിച്ച നാവാണ്, പാപം നിറഞ്ഞ നാവാണ്. അവരാരും കള്ളം പറയും, അവരുടെ കാര്യം നടക്കാൻ വേണ്ടി പച്ച കള്ളം പറയും അവർ. പക്ഷേ സംഭവിക്കുന്ന പിന്നീട് ആ വ്യക്തി, ഞാൻ ഓർക്കുന്ന വർഷങ്ങൾ കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ആ കുടുംബം 4 കുഞ്ഞുങ്ങളുടെയും 4 കുടുംബങ്ങൾക്കും ഇത് ഭയങ്കര പ്രശ്നത്തിലാണ്. ഒരിക്കലും എൻ്റെ അടുത്ത് പ്രശ്നമായിട്ട് മനുഷ്യൻ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സഹോദരൻ, എനിക്കൊന്നേ പറയാനുള്ളൂ, ഞായറാഴ്ച ദിവസം വിശുദ്ധ ദിനമായിട്ട് ആചരിക്കുക. കർത്താവിൻ്റെ ദിവസത്തിന് മഹത്വമുണ്ട്. നിങ്ങൾക്ക് വചനത്തിൽ ഭയങ്കരമാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനേക്കാളും പണത്തേക്കാൾ 1ാം സ്ഥാനം നിങ്ങൾ കൊടുക്കേണ്ടത് കർത്താവിൻ്റെ ദിവസത്തിന് കൊടുക്കണം. നിങ്ങൾ കുർബാനയ്ക്ക് പോകണം, നിങ്ങൾ കുമ്പസാരിക്കണം, നിങ്ങൾ മക്കളെയും കൂട്ടി കുർബാനയ്ക്ക് പോകണം. നിങ്ങൾ എങ്കിലേ ആ ബന്ധനം അഴിഞ്ഞു വരുള്ളൂ. അല്ലെങ്കിൽ ബന്ധനമാണ് നിങ്ങളെ ബന്ധിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് കാണും നേരത്തെ.